എന്തിനാ ശശികല ടീച്ചറെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് മൂക്കിൽ തൊടാൻ പോയത്? അതല്ലേ ഇക്കണ്ട പൊല്ലാപ്പിനെല്ലാം കാരണമായത്. പറയേണ്ടതങ്ങ് നേരെ പറയേണ്ടവരോട് പറയണ്ടേ? റാപ്പർ വേടനെ പറയുന്ന പോലെയല്ലേ അന്ന് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ. പോട്ടെ, സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കുന്നതും നല്ലതിന്. ഒരു കാര്യം ടീച്ചറെ, മുന്നണി രാജീവ് ജിയുടെ വരവോടെ പാർട്ടി കേരളത്തിൽ ഒന്ന് ഉഷാറാവുകയാണ്. അത് നശിപ്പിക്കല്ലേ. പക്ഷേ പാലക്കാട്ടെ വേടൻ്റെ റാപ്പ് സംഗീത പരിപാടിയെ എതിർക്കാൻ ശശികല ടീച്ചർക്ക് ഒട്ടേറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു. പട്ടികജാതി പട്ടികവർഗക്ഷേമവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി കൂടി പങ്കെടുത്ത പരിപാടിയായിരുന്നു അത്. ഇതിനാകട്ടെ പണം ചെലവഴിക്കുന്നത് പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പുമാണ്. ഈ പണം നൽകി ലക്ഷങ്ങളുടെ പ്രതിഫലം നൽകുന്ന വേടൻ്റെ റാപ്പ് പരിപാടിയാണോ വയ്ക്കേണ്ടതെന്നാണ് ടീച്ചറുടെ ചോദ്യമായിരുന്നത്. പകരം അട്ടപ്പാടിയിൽ അവശത അനുഭവിക്കുന്ന ഒട്ടേറെ പട്ടികജാതി പട്ടികവർഗക്കാരുണ്ട്. അവർക്ക് ആ വേദി നൽകിയിരുന്നെങ്കിൽ അതിൽ ഒരു തുക അവർക്കും ചെന്ന് ചേരുമായിരുന്നു. വേടൻ എന്ന കലാകാരൻ്റെ പ്രതിഷേധം നിറഞ്ഞ റാപ്പിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ വേടനെ ഉപയോഗിക്കുന്ന ചില ഇരുളിൽ മറഞ്ഞിരിക്കുന്ന ശക്തികളുണ്ട്. അവർ ആരാണെന്നാണ് ടീച്ചറിന് അറിയേണ്ടത്. മാത്രമല്ല, ഇതുവരെ പ്രകടമായി കക്ഷി രാഷ്ട്രീയം പറയാതിരുന്ന വേടനെ കൊണ്ട് BJPക്കെതിരെയും പ്രധാനമന്ത്രി മോദിക്കെതിരെയും സംസാരിപ്പിക്കുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള ഗൂഢശക്തികളെക്കുറിച്ച് മാത്രമാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. ഇത്തരം രാഷ്ട്രീയ അജണ്ടകൾ മേൽക്കോയ്മ നേടുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ചെലവിടുന്ന പണത്തിൻ്റെ ഗുണഫലം യഥാർത്ഥ പട്ടികജാതിക്കാർക്ക് ലഭിക്കാതെ പോവുകയാണോ എന്ന പരിഭവം മാത്രമാണ് പാവം ശശികല ടീച്ചർ പങ്കുവച്ചത്. അല്ലാതെ വേറൊന്നുമല്ല. അതെല്ലാം കഴിഞ്ഞു. പോട്ടെ.